എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് ചക്കപ്പുഴുക്കാണ്. തനി നാടൻ രീതിയിൽ എങ്ങനെയാണ് ചക്കപ്പുഴുക്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ചക്കപ്പുഴുക്ക് തയ്യാറാക്കാൻ വേണ്ടി നല്ല മൂത്ത ചക്കയാണ് എടുക്കേണ്ടത്. ചെറിയൊരു മധുരം ഉണ്ടെങ്കിൽ നല്ലതാണ്. ഒരുപാട് പഴുത്ത ചക്ക എടുക്കാൻ പാടില്ല, ഒരുപാട് പിഞ്ച് ചക്കയും എടുക്കാൻ പാടില്ല. ഈ ഒരു ചക്കപ്പുഴുക്കിൽ ഞാൻ ചക്കക്കുരു ഉപയോഗിക്കാനില്ല. ചക്കക്കുരുവും അതുപോലെ അതിൻ്റെ പുറത്തുള്ള നാരുകളും കളഞ്ഞ് നന്നായി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വൃത്തിയാക്കിയത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം വേവിക്കാനുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. ഏകദേശം ഒരു 500 ഗ്രാം ചക്കച്ചോള ഉണ്ടായിരുന്നു. 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതി. ഏകദേശം ഒരു 15 മിനിറ്റിൽ ചക്ക അത്യാവശ്യം നന്നായി വെന്ത് കിട്ടും. പതിനഞ്ച് മിനിറ്റിന് ശേഷം ചക്ക അത്യാവശ്യം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉടഞ്ഞു പോയിട്ടില്ല. കുറച്ചുകൂടി ഉടച്ചെടുക്കണമെങ്കിൽ എടുക്കാം. ഇതിപ്പോൾ ചക്ക നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എടുക്കുന്ന ചക്കയും ഡിപ്പെൻഡ് ചെയ്യും. ഇതിപ്പോൾ വരിക്കച്ചക്കയാണ്, അത്യാവശ്യം വെന്ത് ഉടയില്ല. പുഴുക്ക് തയ്യാറാക്കാനുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 2 വലിയ കൈപ്പിടി തേങ്ങ അല്ലെങ്കിൽ ഒരു ചെറിയ മുറി തേങ്ങ എടുക്കാം. 2-3 ഉള്ളി ചേർത്ത് കൊടുക്കാം. 2-3 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് വരെ ചേർത്ത് കൊടുക്കാം. പുഴുക്കിലൊരു പച്ചമുളകിൻ്റെ ടേസ്റ്റ് മുന്തി നിൽക്കുന്നത് നല്ലതാണ്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ വെള്ളം ഒഴിക്കാതെ ഒതുക്കിയെടുക്കുകയാണ് വേണ്ടത്. അവിയലിനൊക്കെ ഒതുക്കിയെടുക്കുന്നത് പോലെ വെള്ളം ഒട്ടും ചേർക്കാതെ ഒന്ന് കറക്കിയെടുക്കുക. വെന്ത് വന്ന ചക്കയിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ ഏറ്റവും ചെറിയ തീയിൽ നല്ലതുപോലെ അടച്ചു വെക്കണം. ഒരുപാട് ഈ സമയത്ത് മിക്സ് ചെയ്യേണ്ട. ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചക്ക ആക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെക്കണം. ആ സമയത്ത് അരപ്പിൽ നല്ലതുപോലെ ചൂട് പിടിക്കുകയും ആ ഒരു പച്ച സ്മെല്ല് പോയി ചക്കയിലേക്ക് അതൊന്ന് നന്നായിട്ട് ആ ഒരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും. ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇത് വെച്ച് കൊടുക്കേണ്ടത്. ചക്കയിൽ വെള്ളമില്ലാത്തതാണ്, അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ വെക്കുക. 3 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുമ്പോൾ ആ ഒരു പച്ച സ്മെല്ല് പോയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. നല്ലപോലെ ചക്കപ്പുഴുക്ക് ഉടച്ചു കൊടുക്കണം. രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ചെറുതായരിഞ്ഞ ചെറിയുള്ളി താളിച്ചൊഴിക്കാം. ചെറിയുള്ളി അത്യാവശ്യം ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് ചക്കപ്പുഴുക്കിൻ്റെ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. താളിച്ചൊഴിച്ചത് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. അത് ചൂടോടെ ഒഴിച്ചിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്താൽ മതി. ഇനി അത് ചൂടാക്കി ഇരിക്കണം എന്നില്ല, കാരണം അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ തനി നാടനായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു ചക്കപ്പുഴുക്കാണ്. ഇപ്പോൾ ചക്ക സീസണാണ്. കിട്ടുന്നവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല എരിവുള്ള മുളകിട്ട മീൻകറിയാണ് ഈ ഒരു ചക്കപ്പുഴുക്കിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ. ഇനി അതൊന്നും ഇല്ലാതെയും നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് കമൻസ് എല്ലാം അറിയിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.